ഹലോ എവരിവൺ, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തൊട്ട് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. പിന്നെ അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണമെന്ന് അടിച്ചേക്കാം. അപ്പോൾ നമ്മളിന്നൊരു ഗ്ലൂ ഗണ്ണിനെ പറ്റിയിട്ട് പറയാൻ പോകണം. ഞാൻ ഓൺലൈനിൽ ഒരു ഗ്ലൂ ഗൺ വാങ്ങി. അപ്പോൾ അതും ഗ്ലൂ ഗണ്ണും പിന്നെ അതിൻ്റെ കൂടെ ഒരു 5 ഗ്ലൂ സ്റ്റിക്സും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ കവറിന്നൊക്കെ പുറത്തെടുത്തു. അപ്പോൾ നമുക്കിതിൻ്റെ വർക്കിംഗൊക്കെ എങ്ങനെയാണെന്ന് ചെയ്ത് നോക്കാം. ഞാനിത് ആദ്യമായിട്ടാണ് ട്രൈ ചെയ്ത് നോക്കണം ഈ സാധനം. അപ്പം ഇത് കണ്ടപ്പോൾ കുഴപ്പമില്ല, നമ്മുടെ കയ്യിലൊക്കെ ഒതുങ്ങണം പോലുള്ള തന്നെയാണിത്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിലൊരു സ്റ്റാൻഡൊക്കെ ഉണ്ട്, കാരണം നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കിങ്ങനെ വെക്കാനൊക്കെ കംഫർട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റാൻഡൊക്കെ ഉണ്ട്. അപ്പോൾ അത് നന്നായിട്ടുണ്ട്. പിന്നെ ഈ ഗ്ലൂ സ്റ്റിക്ക് വയ്ക്കുന്നത് ഇവിടെ ബാക്കിലുള്ളൊരു ജസ്റ്റ് ഒരു ഹോൾ പോർഷനുണ്ട്, അവിടെ നമ്മൾ ഗ്ലൂ സ്റ്റിക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇതിങ്ങനെ ഉള്ളിലേക്ക് നമ്മൾ വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഓരോരോ പ്രാവശ്യം ഗ്ലൂ സ്റ്റിക്ക് എടുക്കാൻ പാടില്ല, കാരണം ഒരു പ്രാവശ്യം ഇത് ഗ്ലൂ സ്റ്റിക്ക് ഹീറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതവിടെ കുറച്ച് ഒട്ടിയിട്ടുണ്ടാവും അകത്ത്. അപ്പം നമ്മൾ ഓരോരോ പ്രാവശ്യം ഇത് പുറത്തേക്ക് വലിച്ചെടുത്ത് കഴിഞ്ഞാൽ ഗ്ലൂ ഗൺ കേടുവരാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ ഇതൊന്ന് ഓൺ ചെയ്ത് വെച്ച് നോക്കാം. ഓൺ ചെയ്ത് ഒരു 5 മിനിറ്റ് വെക്കണം, അപ്പോഴാട്ടോ അതൊന്ന് ഹീറ്റ് ആവണേ. ഇതിലിങ്ങനെ റെഡ് ലൈറ്റ് കാണുന്നുണ്ടെങ്കിൽ അത് കറണ്ട് വർക്കിംഗ് ആണെന്നാണ് കേട്ടോ. അപ്പോൾ എന്താ ഫസ്റ്റ് ടൈം ചെയ്തപ്പോൾ ഒരു ചെറിയൊരു പുക വന്നു കേട്ടോ, ചെറുതായിട്ട്. ആദ്യത്തെ ആ ഒരു ഗ്ലൂ വരുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു പുക വന്നു. അപ്പോൾ പേടിക്കണ്ട കേട്ടോ ആരെങ്കിലും പുക കണ്ടാൽ. അപ്പോൾ ഇതാ ഞാനൊന്ന് പേപ്പറിൽ ട്രൈ ചെയ്ത് നോക്കുകയാണിത്. നല്ല സ്മൂത്തായിട്ട് ഫ്ലോ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ ഇത് ഗ്ലൂ. ഇത് ക്രാഫ്റ്റും ഡേവിയൊക്കെ ചെയ്യണവർക്ക് തന്നെ നല്ല സാധനമായിട്ടാണ് എനിക്ക് തോന്നിയത്, കാരണം നിറയെ പേരുടെ അടുത്തുണ്ടാവും. ഞാനിത് ആദ്യമായിട്ട് വാങ്ങിയാണ് കേട്ടോ, കാരണം നമ്മൾ ഇത്രയും നാൾ ഈ ഫെവിക്കോളൊക്കെ വെച്ചിട്ട് തന്നെയായിരുന്നു നമ്മുടെ കലാപരിപാടികളൊക്കെ. അപ്പോൾ ഒരു ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ഇത് വാങ്ങിയത്. പക്ഷെ നന്നായിട്ടുണ്ട്, നല്ല എന്താ പറയുക ഹാൻഡിയാണ്. നമ്മളെങ്കിലും ഒന്ന് ഞാൻ കാർഡ്ബോർഡ് ഒട്ടിച്ച് കാണിച്ചു തരാം കേട്ടോ. പിന്നെ നമ്മൾ ചെയ്യണതിൻ്റെ ഇടയ്ക്ക് എപ്പോഴും ഇങ്ങനെ തന്നെ വെക്കണം കേട്ടോ, കാരണം ഇല്ലെങ്കിൽ നമ്മൾ ചെരിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് മെൽട്ടായിട്ടുള്ള ഗ്ലൂ വന്നിട്ട് ഗ്ലൂ ഗൺ കേട് വരുത്തും. ഇനിയിപ്പോൾ നമ്മൾ ഈ കാർഡ്ബോർഡ് ഒന്ന് ഒട്ടിച്ച് നോക്കാം, അതെങ്ങനെയാണ് ഒട്ടണമുണ്ടോ എത്ര നേരം എടുക്കേണ്ടതൊക്കെ നോക്കാം. അപ്പോൾ ഞാൻ ചെയ്തിട്ട് വേഗം ഒട്ടിട്ടോ, വിത്തിൻ സെക്കൻഡ്സ് അത് വേഗം ഡ്രൈ ആവുന്നുണ്ട്. പിന്നെ നമുക്ക് കുറേ കഷ്ടമൊന്നുമില്ല, നമ്മൾ എവിടെ വെച്ച് കൊടുക്കുന്നത് അവിടെ തന്നെ ഒട്ടുണ്ട്. ഈ ഫെവിക്കോളൊക്കെ ചെയ്യുമ്പോൾ നമ്മളെന്താ വെച്ചാൽ സൈഡിലൊക്കെ എന്തെങ്കിലും താങ്ങൊക്കെ വെച്ച് കൊടുക്കണം, ഇതൊന്നും അനങ്ങാതിരിക്കാൻ വേണ്ടി. പക്ഷേ ഇതിൻ്റെ അതിനൊരു കുഴപ്പമില്ല, നമുക്ക് വേഗം ഡ്രൈ ആവേണ്ടത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുട്ടി വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ കേട്ടോ, എൻ്റെ ഗ്ലൂ ഗണ്ണിൻ്റെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.